കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 2 കൊരിന്ത്യർ 13 അധ്യായം അതിൻ്റെ 5 വാക്യം, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ഇങ്ങനെ ഒരു സ്വയം പരീക്ഷണവും ശോധനയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണോ? പ്രിയമുള്ളവരെ, തീർച്ചയായും ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിന് കുറവ് വരുന്നത് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതിന് തടസ്സമായി മാറുന്നു. എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? ജീവിതത്തിൽ ഒരു കഷ്ടത കടന്നു വരുമ്പോൾ നമ്മിൽ പലരും മാനുഷിക ചിന്തകളാൽ നിറഞ്ഞ് വിശ്വാസത്തിൽ ദിനം പ്രതി ബലഹീനരായിത്തീരും. പൂർണ്ണ മനസ്സോടെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ ജീവിതത്തിൽ കടന്നു വരും. ഇങ്ങനെ പല പല ആകുല ചിന്തകളാൽ നിറഞ്ഞ് നമ്മിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടും. അവസാനം എന്ത് സംഭവിക്കും? വിശ്വാസം നഷ്ടപ്പെടുന്നത് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതിന് തടസ്സമായി തീരും. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. 12 വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും എൻ്റെ ശരീരത്തിലെ കുറവുകൾ പരിഹരിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പൈതൽ ഉദരത്തിലായിരുന്നപ്പോൾ ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറയുന്നു, ഈ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം, ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് വളർത്തുവാൻ കഴിയുകയില്ല എങ്കിൽ അബോർഷൻ ചെയ്യുക, കുഞ്ഞുങ്ങൾ ലഭിക്കയില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിൽ നിന്നും അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഈ ഒരവസ്ഥയിൽ നിന്നും ഞങ്ങൾക്ക് വീട്ടിൽ നൽകും എന്നൊരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ വിശ്വാസം നഷ്ടപ്പെടാതെ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥന ഉദരത്തിനായിരുന്ന കുഞ്ഞിൽ വ്യാപരിച്ചു. ആ കുഞ്ഞിൻ്റെ കുറവുകളെല്ലാം ദൈവം പരിഹരിച്ചു. ദൈവം അവിടെയും അത്ഭുതം പ്രവർത്തിച്ചു. ഒരു കുറവുകളും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദാനമായി നൽകി. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ വിശ്വാസത്തിനും ഏതവസ്ഥയിലും പ്രതിഫലമുണ്ട്. ഏതവസ്ഥയിലും പ്രവർത്തിക്കുവാൻ ശക്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. ദൈവശക്തി നമ്മൾ വ്യാപരിക്കാൻ തടസ്സമായി നിൽക്കുന്ന, വിശ്വാസത്തെ ബലഹീനമാക്കുന്ന ജഡിക ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും വിട്ടുകളയുക. വിശ്വാസത്തിൽ പൂർണ്ണത നൽകുന്ന ക്രിസ്തുവിൽ വളരുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ.